മുസ്ലിം ലീഗിനോട് ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരോക്ഷമായി വിമർശിച്ച ലീഗ് നേതാവ് KPM മജീദ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ആരായാലും ശത്രുക്കളാണ് എന്നാണ് വിമർശനം. 27 സീറ്റ് മാത്രമുള്ള ലീഗിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാകില്ല. പാണക്കാട് നിന്ന് ഒരു പ്രഖ്യാപനം വന്നാൽ അത് നെഞ്ചേറ്റുന്നതാണ് പാർട്ടി പാരമ്പര്യമെന്നും മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ഇത്തവണ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നയാളാണ് KPM മജീദ് എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വിശദീകരണം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ വിശദീകരണം. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ വിമർശകർക്കെതിരെ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ വിമർശന ശബ്ദം ഉയർത്തിയവർക്കെതിരെ നീങ്ങുന്നതും. എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടാണോ? പാർട്ടി ഒറ്റക്കെട്ടായി ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആക്രമിക്കാൻ ഇതാ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണോ? അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നിലപാടിനെതിരെ വലിയ വിമർശനം പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KPM മജീദ്, അദ്ദേഹമായിരുന്നു തിരൂരങ്ങാടി നിലവിലെ MLA, അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള CMA സമീറിനെ ലക്ഷ്യം വെച്ചാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇന്ന് രാവിലെ പോസ്റ്റ് ഇട്ടത്. അതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആരായാലും അവർ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ മുസ്ലിം ലീഗിന് 27 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സീറ്റ് നൽകാനാവില്ല. സാധാരണഗതിയിൽ തങ്ങൾ പാണക്കാട് നിന്നും ഒരു തീരുമാനമെടുത്താൽ അത് നെഞ്ചേറ്റുന്നതാണ് പാർട്ടിയുടെ രീതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഇത്തരത്തിൽ CPM-ഉമായും അല്ലെങ്കിൽ CPI-യുമായുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധം എന്ന രീതിയിൽ തന്നെ KPM മജീദ് ആദ്യ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ രണ്ടത്താണിയെ നേരിട്ട് അല്ല വിമർശനം, പരോക്ഷ വിമർശനമാണ്. പക്ഷേ മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗം അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നിലപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജാഗ്രത പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് വെച്ച് നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് സീറ്റ് കിട്ടാത്ത അസംതൃപ്തരുടെ ഒരു വൈകാരിക പ്രകടനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരും പാർട്ടി വിട്ടുപോകില്ല, അവരുമായി തന്നെ ചർച്ചകൾ നടത്തും, അവരോട് സംസാരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പക്ഷേ അനുനയിപ്പിക്കാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കിട്ട പോസ്റ്റ് അദ്ദേഹം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് അതിന്റെ സൂചന കൂടിയാണ്. ആ പോസ്റ്റിനകത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുള്ള പരോക്ഷ വിമർശനം കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഇട്ട പോസ്റ്റിൽ കമന്റ് ബോക്സ് പൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചാണ് ഇപ്പോൾ ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ. പ്രസാദ്, എന്തായാലും ലീഗിന്റെ ഉറച്ച സീറ്റിൽ തന്നെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ആലോചന ഇടതുമുന്നണി ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹം അതിന് എത്രത്തോളം വഴങ്ങും എന്നുള്ളത് മറ്റൊരു പ്രശ്നം. ആ നിലയ്ക്ക് സാധ്യത അദ്ദേഹം അവസാന ഘട്ടം വരെ തേടും എന്ന് നമുക്കിപ്പോൾ കരുതാനാവുമോ? മറ്റൊരു കാര്യം, ഈ ലീഗിൻ്റെ കടുത്ത ആക്രമണം സ്വാഭാവികമായും അണികളുടെ ഒറ്റക്കെട്ടായ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചന അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കമൻറ്റ് ബോക്സ് ഒക്കെ പൂട്ടിയിട്ടുണ്ടാവുക. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പൊതുവെ ലീഗിനുള്ളിൽ അല്ലെങ്കിൽ ലീഗിൻ്റെ അണികൾക്ക് വളരെ അനുകൂലമായ അല്ലെങ്കിൽ വളരെ സ്വീകാര്യമായ, അവർക്ക് സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള ഒരു പൊതു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും ഹർഷൻ, സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിഭാഗം ലീഗിന്റെ പ്രവർത്തകരും അവരുടെ നേതാക്കന്മാരും എല്ലാം തന്നെ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ പോലും ഒരു ചെറിയ വിഭാഗം അതിനകത്തൊരു അതൃപ്തി പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണമായി പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പേരാമ്പ്ര സീറ്റിൽ അവസാന നിമിഷം വരെയും ഉയർന്നു കേട്ടിരുന്ന പേര് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TT ഇസ്മായിലിന്റെ പേരാണ്. അദ്ദേഹത്തെയാണ് അവസാന നിമിഷം മാറ്റി അവിടെ ഫാത്തിമ തെഹലിയെ മാറ്റുന്നത്. അതുപോലെ തന്നെ കുന്നമംഗലം സീറ്റിലും മറ്റൊരാളുടെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത്. കൊടുവള്ളിയിൽ PK ഫിറോസിന് പകരം മുൻ MLA ഉമർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിലേക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഷാഫി ചാലിയം ലീഗിന്റെ മാധ്യമ മുഖമാണ്. ഷാഫി ചാലിയത്തിനെ വള്ളിക്കുന്ന് പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടേക്ക് കുണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെ കുണ്ടോട്ടിയിൽ നിന്നും പ്രാദേശികമായ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് അദ്ദേഹത്തെ അവിടെ നിന്നും കുണ്ടോട്ടിയിൽ നിന്നും വള്ളിക്കുന്നിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വള്ളിക്കുന്നിലെ സീറ്റ് അതോടുകൂടി അവിടെ ആരെയാണോ നിശ്ചയിച്ചിരുന്നത് അത് മാറ്റേണ്ടി വന്നു. അങ്ങനെയുള്ള കുറെ എതിർപ്പുകൾ ഇത്തവണ ഉണ്ടാകുന്നു. വനിതാ ലീഗിന്റെ എതിർപ്പിന്റെ കാരണം സുഹ്റാ മമ്പാടിനെ അവസാന നിമിഷം വരെയും പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. സുഹ്റാ മമ്പാടിനെയാണ് പിന്നീട് മാറ്റി 2 വനിതകൾ നിൽക്കുന്നു. പക്ഷെ അവർ വനിതാ ലീഗിന്റെ ഭാഗമല്ല. ഒരാൾ യൂത്ത് ലീഗിന്റെയും മറ്റൊരാൾ ലീഗിന്റെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ജയന്തി രാജൻ. അവരെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് നൂർബിന റഷീദ് ഇന്ന് പരസ്യമായി തന്നെ പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവരെ വനിതാ ലീഗിനെ പരിഗണിച്ചില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള അമർഷം അവർ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലീഗിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഉണ്ടാകുന്ന ഇതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് അമർഷങ്ങളുണ്ട്, പക്ഷെ ആരും അത് പരസ്യമായി പറയുന്നില്ല. അതിന് തയ്യാറായത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയും മറ്റൊന്ന് നൂർബിന റഷീദുമാണ്.
റൈറ്റ് പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.